ഇല്ല, ജന്മമില്ല, അപ്പനില്ല, അമ്മയില്ല, ഒന്നുമില്ല. ദൈവത്തിന്റെ മഹാപുരോഹിതനാണ്. ഇതെല്ലാം ആത്മാവിൽ സ്വീകരിക്കാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബുദ്ധി വന്നു കഴിയുമ്പോൾ വല്ല തിയറി വന്നു എല്ലാം തുടങ്ങേണ്ടത്, സകല തിയോളജി തുടങ്ങേണ്ടത് ദൈവം പരിതത്തിൽ നിന്നാണ്. യോഹന്നാൻ 17 6-11 വാക്യത്തിൽ കൂടിയാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് മാതാവ് പറയുന്നത് മനസ്സിൽ കൂടിയാണ്. അതെല്ലാം വ്യാഖ്യാനിക്കും സാത്താൻ. അപ്പസ്തലപൂർവ്വം 13:10 ദൈവത്തിന്റെ എല്ലാ നേർവഴികളും വഞ്ചന ഉപയോഗിച്ച് തകർത്തു കളയും. അതുകൊണ്ട് എവിടെ ഈശോ വരുന്നു അവിടെ ഊർത്തന്യാമം വന്ന് നശിപ്പിക്കുക. അത് ഊർത്തപ്പോ സഞ്ചയത്തില് അലർന്ന സിംഹമാണവൻ, ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. അത് നാം വിജയിക്കണമെങ്കിൽ സഹിക്കപ്പെട്ടു സഹനശക്തി എടുക്കണം. അത് കർത്താവിന്റെ കൃപയാണ്. 8:15 നിങ്ങളുടെ ക്ഷമകളെടുത്ത് മാത്രമേ 30 മേനി 60 മേനി 90 മേനി 100 മേനിയും നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. വചന ഗ്രഹിച്ച് സഹകരിക്കാതെ ഗ്രഹിക്കൊണ്ട് പ്രാർത്ഥിക്കണം. 2:19 അമ്മയായി മറിക്കലും ശരിയാനും എല്ലാം വചനമാണ്. നാം ഈ ബുദ്ധി കിടക്കുന്നതുകൊണ്ടാണ് തിയറി തിരിയോ. ഞങ്ങളുടെ ടീമിൽ എത്ര എഞ്ചിനീയേഴ്സ് ഉണ്ട്, എല്ലാം. ഞാൻ ലോയറായിരുന്നു. എല്ലാം ദൂരെ വച്ചു വന്നപ്പോഴാണ് കർത്താവ് വന്നത്. അല്ലെങ്കിൽ ഇന്ന് ഒരു പുസ്തകം പോലും ഇല്ല ലോകത്ത്, ഈശോ മാത്രമേ. ഒരു കാലത്ത് ഇപ്പൊ ഭൂമി മുകളിലൊക്കെയായിരുന്നു. അവനൊന്ന് കർത്താവിന് പ്രവൃത്തിയപ്പോഴാണ് ജയിച്ചപ്പോഴാണ് മെയിലായിട്ട് ദാസൻ മാതാവ് പറയുന്ന പോലെ ഇവർക്ക് ഒന്നും അപ്പപ്പെട്ടു പ്രേമിച്ചു കൊടുക്കണം കർത്താവിന്. അപ്പൊ പീഡനം വരും, നല്ല പൂരണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ല പൂരണം കിട്ടാൻ നന്നായി വരുമെന്ന് കർത്താവിന്. ഇങ്ങനെ കഴിഞ്ഞ് കുഴഞ്ഞിങ്ങനെ നടക്കും. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം. പീഡനം വരുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടും കേട്ടോ. പീഡനം അതുകൊണ്ടാണ് വിശുദ്ധർ പറയുന്നത് ബാക്കി വലുതുണ്ടെങ്കിൽ ഞങ്ങൾ സഹിച്ചോളാവുന്നു. സഹിക്കുക, സഹനത്തെ കൂടിയാണ് കർത്താവിന്റെ ശക്തി ഇറക്കുന്നത്. തിരിച്ച് 1:27 കാലത്തില് വിശ്വാസിക്കും മാത്രമല്ല സഹിക്കുന്ന ശക്തി കൂടി കർത്താവ് തരും. ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഈ കളിച്ചും പിടിച്ചിങ്ങനെ നടക്കുന്നത്. ഈശ്വരനെ കൊടുക്കുകയാണ്. തർക്കിക്ക് കിടന്നു. തർക്കം വളർന്നോ? തർക്കിച്ച് നമ്മുടെ വിശ്വാസം പോകും. 2 തിമോത്തി 2:14 വേണം. അതാണ് പെന്തക്കോസ്തേ തർക്കിച്ച് നടക്കുന്നത് എല്ലാം. കാരണം കൃപയിലല്ല പ്രവൃത്തിയിലാണ്. റോമ 11:6-10 വേണം. അതുകൊണ്ട് കൃപയിൽ പറഞ്ഞ എല്ലാവരും കൃപ വരുമ്പോൾ നാം സമാധാനം, സന്തോഷവും ആത്മാവിലും ആനന്ദമാണ്. അതാർക്കും തരാൻ സാധ്യമല്ല. ഇപ്പൊ തന്നെ അടുത്തിരിക്കുന്ന സഹോദരിക്ക് ഒന്ന് കൊടുക്കാമോ? ഈശ്വരക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തിരിക്കുന്ന സമർപ്പിക്കുന്നുണ്ട് എല്ലാവരും തമ്മില് ഒന്ന് കൊടുക്കും. ചിരിച്ചൊന്നും പറയുന്നത് കണ്ണോടാണ് സ്നേഹമാണ് ഉള്ളത്. റോമ 5:5 പരിശുദ്ധായ സ്നേഹമാണ് ഉള്ളത്. തമ്മിലങ്ങോട്ട് അർത്ഥത്തിന് ഒരു പാട്ട് പറയാൻ വേണമെങ്കിൽ ഒന്നായി നാമം തട്ടിപ്പിടിച്ചിങ്ങനെ നടക്കുന്നത് നടക്കുന്നത് നല്ല കണ്ടുകൊണ്ട് ഗൗരവമാണ്. സ്നേഹിച്ചിട്ടില്ല എല്ലാം മുഖം കണ്ടാൽ വിശ്വാസിന്റെ മുഖം വലിയ സൂര്യശക്തി നടക്കും. സ്നേഹം വരാത്തതുകൊണ്ടാണ്. സ്വന്തം വീട്ടിൽ നിന്ന് കൂട്ടിയല്ല സ്നേഹം. അപ്പന്റെ പരിപാടി തന്നെയാണ് വലിയ വട്ടിയുമായിട്ടാണ് നടക്കുന്നത്. അമ്മയോ അപ്പൊ കൈകുട്ടി അപ്പുറത്ത് ഇടും അല്ലേ? ഈ അവസ്ഥയിലാണ്. ഈ അവസ്ഥ ഇവിടെ നടക്കുമ്പോൾ അപ്പഴേ ലഭിച്ചുകൊണ്ടാണ്. അമ്മയാണെങ്കിൽ അതിനപ്പുറത്ത് വരുന്നു. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ആകെ പിന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴെന്തെങ്കിലും ചാടുന്നത്. അപ്പൊ സ്നേഹം വരുമ്പോ എല്ലാം അതാണ് 1:11. അതിനെപ്പറ്റി ലോകത്തിൽ ലിറ്ററേച്ചറില്ല. 4-8 വേറെ കേൾക്കുകയാണ്. സ്നേഹം ദീർഘക്ഷമയും ദയമുള്ളതാണ്. അത് അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് ഭയം. ഭയമുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ?
അവർക്ക് സ്നേഹം കിട്ടാതെ വന്നാണ്. ആരും സ്നേഹം കൊടുക്കാനില്ല. കണ്ടോ, ഭയം വരുന്നതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:18 ഭയം ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ഭയം ശിക്ഷയെ കുറിച്ചാണ്. സ്നേഹം വരുമ്പോ ഭയം എല്ലാം പോകും. അതാണ് ദൈവത്തിന്റെ അപ്പോ ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ്. സ്നേഹത്തിന്റെ ശക്തി അതാണ്. അതാണ് ദൈവ സ്നേഹമാണെന്ന് 1 യോഹന്നാൻ 4:7-8 അത് കൂടുന്നു വർദ്ധിക്കുമ്പോഴാണ് യേശു ദൈവത്തിനുള്ള വിശ്വാസം ഉറക്കുന്നത്. 1 യോഹന്നാൻ 4:15 എല്ലാവരും ആ വിശ്വാസത്തിലാണ്. ഇപ്പൊ മാത്രം എല്ലാവർക്കും സംശയമാണ്. യേശു ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ്. നാം വചനം അറിയാത്തവരാണ്. മനസ്സിലോട്ട് അസാധാരണമായിട്ട് ദൈവം തുറന്നു തന്നിട്ടില്ല. ലിദിയ എന്ന പെൺകുട്ടി വിശുദ്ധ പൗലോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈശോ ഹൃദയം തുറന്നു കൊടുത്തു. അപ്പോസ്തലപ്രവൃത്തി 16:11-15 വചനത്തില് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ലിദിയ എന്ന സ്ത്രീയുടെ ഹൃദയം കർത്താവ് തുറന്നതല്ലോ. ഇതുപോലെ എമ്മാവുസിലോട്ട് പോയ ശിഷ്യന്മാര് ഈശോ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹൃദയം ജ്വലിച്ചത്. ലൂക്കാ 24:32 വചനം കേൾക്കുമ്പോഴാണ് ജ്വലിച്ച് വരുമെന്നുണ്ട്. ലൂക്കാ 24:45 ഈശോ ശിഷ്യന്മാരുടെ ഹൃദയമായിട്ട് തുറന്നു കൊടുത്തപ്പോഴാണ് അവർക്ക് ധൈര്യം തോന്നുന്നത്. അല്ല, എല്ലാം ഓടിക്കളഞ്ഞു. തോമസ് ഇവിടെ വന്നില്ലെങ്കിൽ അവസ്ഥ എന്തായിരുന്നു? കാരണം നിരൂപിച്ചത് ആ വിശ്വാസം ബന്ധത്തില്ലേ. അതേ വിശ്വാസം വേണം നമുക്കും ദൈവം തരും. ദൈവത്തിൽ ചോദിച്ചാൽ തരാത്ത ഒന്നുമില്ല. ഓരോ ദിവസം ഞങ്ങളെ പുതിയ ശക്തിയാക്കി മാറ്റും. പുതിയ സൃഷ്ടികളാണെന്ന് അതാണ് 2 കൊരിന്ത്യർ 5:14 പറഞ്ഞത്. ഒരു കാലത്ത് ഞാൻ യേശുവിനെ മാനുഷികമായാണ് വീക്ഷിച്ചിരുന്നത്. പല തത്വങ്ങൾ പഠിക്കാൻ പോയാൽ നമ്മുടെ വിശ്വാസം പോകും. കൊലോസ്യർ 2:8 വിജ്ഞാനാവാസത്തിന്റെ പുറകെ ലൈബ്രറിയുമായിട്ട് നടന്നാല് ടീച്ചേഴ്സും പ്രൊഫസേഴ്സൊക്കെ ഈ വിശ്വാസം പോകും. 1 തിമോത്തി 6:20-21 ഉള്ള ബുദ്ധിയിലെല്ലാം അന്ധകാരം കേറും. എഫെസസ് 4:17-20 കേൾക്കുക. ജീവൻ അകന്നു പോകും. പാപം ചെയ്യുകയും പാവമില്ലെന്നു കർത്താവിന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, സാക്ഷ്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിചാരിയോട് ജീവിക്കരുത്. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ഭക്തിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളത്തിന് സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടും ഒഴുകി. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. ക്രിസ്തുവിൽ പഠിക്കേണ്ടതാണ്. ഒന്നും കാണിച്ചുള്ളതാണ്. ഈശോയിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാണ്. ദൈവത്തെ അനുകരിക്കുന്നവരാണ് ഈശോയെ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കുക. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭിത കാഴ്ചയും ബലിയുമായി ദൈവത്തെ സമർപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കും. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാസ്തോത്രമാണ് വിജയം. വ്യഭിചാരിക്കും അശുദ്ധരും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകർ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവാൻ. അതുകൊണ്ടാണ് പൗലോസ് 12 വനത്തില് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആകയാൽ 5 സംഗതികൾ നമ്മൾ സ്വീകരിക്കണം ഓരോരുത്തരും. അതിനാൽ ദൈവത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരും നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വാത്സല്യഭാചനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. കണ്ടോ? പരിശുദ്ധൻ എന്ന പരിശുദ്ധരാണോ അല്ലയാണോ? സംഗീതം പറഞ്ഞില്ലേ? എന്താ ഒന്ന് കേൾക്കുക, വായിച്ചിട്ട്. എന്റെ മലയിൽ 6 കയറുമെന്ന് കർത്താവ് ചോദിക്കണം. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ 6 വസിക്കും. അങ്ങയുടെ വിശുദ്ധഗിരിയിൽ 6 മാസമർപ്പിക്കും. നിഷ്കളങ്കരായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്തു. പരദൂഷണം പറയുകയോ സ്നേഹിതരെ ദ്രോഹിക്കുകയോ അയൽക്കാരനെ അപവാദം പറ്റുകയും ചെയ്യാത്തവർ, ദുഷ്ടനെ പരിഹാസ്യമായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ച് പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്തത്, കടത്തിന് പഠിച്ച ഈടാക്കുകയോ മുൻപ്രേക്ഷകരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവർ, ഇങ്ങനെയാണ് നിർഭയരായി. ഈ ദൈവവചനങ്ങളെല്ലാം അവരവര് അനുഭവിച്ചിട്ടില്ല. ദൈവം ആത്മാവ് എല്ലാം വെളിപ്പെടുത്തി തരും നമുക്ക്. നാം നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തിയാൽ ഉപവാസവും പ്രാർത്ഥനയും കൂടിയാണ് നമ്മൾ ശക്തിപ്പെടുന്നത്. മാർക്കോസ് 9:29. ഇനി ക്ലോസ് വായിച്ചു.
അതിനാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനം പരിശുദ്ധം എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കണം. നമ്മള് ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കും. നമ്മളെന്താ ചെയ്യുന്നത്? കട്ടിച്ചിരിക്കുന്നു ഇല്ലേ? കട്ടിച്ചിരിക്കാൻ ചെയ്തു.